ഹലോ മൈ ഡിയർ ഗേൾസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു കുർത്തി വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആ ഒരു കുർത്തി ലുക്ക് ഒരു സിമ്പിൾ, ഒരു ഗ്ലോയിങ് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വീഡിയോ എന്തായാലും ചെയ്തേക്കാന്ന്. അപ്പോൾ ഓൾറെഡി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഈ ഒരു ലുക്ക് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ഭയങ്കര എഫിഷ്യൻ്റായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളോ ഒന്നുമല്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ചെറിയ എൻ്റെതായ ഒരു രീതിയിൽ അല്ലെങ്കിൽ ചിലവർക്കെങ്കിലും ഇഷ്ടപ്പെടുമായിരിക്കും. മീൻസ് ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നൊരു ചെറുതായിട്ടൊരു എന്താ പറയുക, അതൊക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മോയ്സ്ചറൈസർ ഇടാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്കിന്ന് സെൻസിറ്റീവാണ്, ഓയിലിയാണ്. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടാറില്ല. എനിക്ക് എപ്പോൾ ഇട്ടാലും പിമ്പിൾസ് വരും. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെയായിരുന്നു. ഒരുപാട് വീഡിയോ എൻ്റെ കാണുന്നവർക്ക് മനസ്സിലാവും. എന്നാൽ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും കാണാൻ വരുവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. UV ഡോക്സ് സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ. ഇത് പിമ്പിൾ സെൻസിറ്റീവ് സ്കിന്നിനുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ സൺസ്ക്രീനാണ്. നമുക്കതൊന്ന് തേച്ച് കൊടുക്കാം. നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് നല്ലൊരു കുർത്തി ലുക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം എനിക്കെന്താ അറിയില്ല, ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, ഏറ്റവും കൂടുതൽ കുർത്തീസ് ഇടാനാണ് ഭയങ്കര താല്പര്യം. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് കോട്ടൺ കുർത്തീസൊക്കെ ഇടാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് തോന്നുന്നതുകൊണ്ടാണ് തോന്നുന്നത്. ഭയങ്കര താല്പര്യം കേട്ടോ. നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇന്ന് ഒരു പ്രൊഡക്റ്റിലാണ് ഒരു ഗ്ലോയിങ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരേ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അതിലാണ് നമ്മൾ ഇന്ന് ഒരു നല്ലൊരു ഗ്ലോയിങ് ലുക്ക് ചെയ്യാൻ പോകുന്നത്. ഒറ്റൊരു പ്രൊഡക്റ്റ്, സൺസ്ക്രീൻ ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പോൾ അത് ഒരിക്കലും നമുക്കൊരു മേക്കപ്പിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിലാണ് നമുക്ക് നല്ല അടിപൊളി ഗ്ലോ ആയിട്ട് നമുക്ക് ഇന്ന് ഒരുങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, ഓലയുടെ ക്രീമാട്ടോ. ആദ്യം തന്നെ തുറവുമ്പോൾ തന്നെ ശകുനം എന്ന് പറയാൻ തെറിച്ചു പോയി. അത് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. താഴെ ഒന്നല്ല പോയത്, അപ്പോൾ ഒരു ക്ലോത്തിലാണ് പോയേക്കുന്നത്. അപ്പം ഞാനത് തോണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച്, ഇത് ഓവറായിട്ട് വാരി പൊത്തരുതേ. ഇതൊരു ലൈറ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഗ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സാധനം കേട്ടോ അത്. അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. എത്രയും തേക്കാൻ പാടും, ഒരു ഇത്തിരി കുറച്ച് മീൻസ് നമുക്കറിയാമല്ലോ, ആ ഒരു അളവിന് മാത്രമേ തേച്ചെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ടല്ലെങ്കിൽ കുറച്ചൊന്നിങ്ങനെ മെല്ലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അത്യാവശ്യം ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം കേട്ടോ. ഒരു കാലത്ത് ഈ ഫൗണ്ടേഷൻ ഇതൊക്കെ വാങ്ങുന്ന മുന്നേ ഞാനൊക്കെ എപ്പോഴും ഓലയാണ് തേക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഓലേനെ കുറിച്ചിട്ട് അറിയുന്നത്. അതിനുശേഷം ഫുള്ള് ഓല ക്രീമാണ് കേട്ടോ തേക്കാറ്. ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക്ഔട്ട്സ് വരുന്നവർ, ഭയങ്കര സെൻസിറ്റീവായിട്ടിരിക്കുന്നവരൊന്നും ഇത് യൂസ് ചെയ്യേണ്ട. ചിലപ്പോൾ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമേ. നമുക്കത് നന്നായിട്ട് ഒന്ന് തേച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ എൻ്റെ സ്കിന്നൊരു ഗ്ലോ വന്നില്ലേ. എനിക്കെപ്പോഴും ഡെയിലി ഒരുങ്ങാനായിട്ട് എന്താ പറയുക, നമ്മളൊരു ഫൗണ്ടേഷനും അതും ഇതൊന്നും, ഞാൻ ആകെ ഫൗണ്ടേഷനായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാലും ഡെയിലി ഒരുങ്ങാനായിട്ട് ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. പിന്നെ നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഞാൻ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്തപ്പോഴായിരുന്നു ഇന്നൊരു ദിവസം നമുക്ക് എന്തായാലും ഒരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് ഐഡിയ ഒക്കെ മാറ്റിയത്. ഞാൻ ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ
ചൂടത്ത് ഭയങ്കരമായിട്ട് കണ്ണൊന്നും എഴുതി പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ കുറച്ച് നടക്കാനുണ്ട്. എനിക്ക് നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഞാനൊരു കോലം കട്ടുപോയി കണ്ണൊക്കെ കൂടി ഒരുമാതിരിയാവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണെഴുതാൻ താല്പര്യമില്ല. എന്നാൽ ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ടൊക്കെ എഴുതാമെന്നാണ് ഞാൻ എപ്പോഴും ഡെയിലി ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം. ഞാൻ അധികം കണ്ണൊന്നും അങ്ങനെ എഴുതി കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് എഴുതത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാമോ? കാണാമല്ലോ അല്ലേ? ഓക്കെ. ക്യാമറ കുറച്ച് അടുത്ത് വെക്കണം തോന്നുന്നു. ഒന്ന് സെറ്റ് ചെയ്യട്ടെ. റീസെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഹിമാലയയുടെ കാജൽ. അത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ എഴുതാറില്ല. ഇത് മതി. ഇത് തന്നെ ധാരാളമാണ്. ഇത്ര എഴുതി കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മുടെ മസ്കാര ഇടാതെ പോവാറില്ല കേട്ടോ. മസ്കാര എന്തായാലും എനിക്ക് വേണം. പ്രത്യേകിച്ച് ഒരു കുർത്തയൊക്കെ ഇടുന്ന സമയത്ത് എന്തായാലും മസ്കാര വേണം. മസ്കാര ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. മെബിലിൻ്റെ മസ്കാരയാണ്. ഈ സാധനം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒരുവിധം എല്ലാവരുടെ അടുത്തും ഉള്ള ഒരു സാധനമാണ്. സെറ്റ് ചെയ്യാം. നമ്മൾ ഉറങ്ങിയിരിക്കുന്ന കണ്ണുകളെ ഒന്ന് ഉണർത്തുന്ന ഒരു പ്രൊസീജിയറാണ് മസ്കാര ഇടുമ്പോൾ ഉള്ളത്. മസ്കാര മസ്റ്റായിട്ട് ഇടുക. കണ്ണെഴുതിയില്ലെങ്കിലും മസ്കാര ഇട്ടാൽ തന്നെ നല്ലൊരു രസമാണ്. അമർന്ന് കിടന്നാണ് ഞാൻ മസ്കാര ഇടുന്നത്. കാരണം എനിക്ക് ഇവിടെ ഒന്നും മിറർ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ കാലിലിങ്ങനെ ഇരുന്ന് കാലിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഏതാ പുതിയ സിനിമ റീസെൻ്റ് ആയിട്ട് കണ്ടത്? ഞാൻ അധികം സിനിമാ പ്രേമിയൊന്നുമല്ല. എനിക്ക് സിനിമ ഇഷ്ടമില്ലായിരുന്നേ. പക്ഷെ ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചാക്കോച്ചൻ്റെ കൂടെ കൂടിയിട്ട് ഞാനൊരു സിനിമാ പ്രേമിയൊന്നുമല്ല, എന്നാലും സിനിമ കാണാനൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ പോയിട്ട് ആവേശം കണ്ടു. വർഷങ്ങൾക്ക് ശേഷമാണോ മുമ്പാണോ? വർഷങ്ങൾക്ക് ശേഷം അതും കണ്ടായിരുന്നു കേട്ടോ. നല്ല സിനിമയാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഫീൽ ഗുഡായിട്ട് തോന്നിയത് ആവേശത്തിനേക്കാളും വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയാണ് കേട്ടോ. ഒരു 2-3 കൊല്ലം മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ആവേശം തന്നെ പറയുന്നുണ്ടാവുള്ളൂ. കണ്ണെഴുതി പരിപാടി ഏകദേശം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാനിന്ന് ഇടാൻ ഉപയോഗിക്കുന്നത് പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഷെയ്ഡ് റിസ്കറ്റോൾ കേട്ടോ. ഇപ്പോഴാണ് നമ്മളൊരു ഫുൾ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് വരുന്ന സമയം. എന്തൊക്കെ ചെയ്താലും ലിപ്സ്റ്റിക്ക് എടുത്ത് കൊടുക്കുമ്പോഴുള്ള ഒരു കോൺഫിഡൻസ് അതൊരു വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് പറ്റില്ല. എനിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും കൂടുന്നത് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ്. പൊട്ട് വെച്ച് കൊടുത്തു. കുർത്ത ഇടുമ്പോൾ നമ്മൾ പൊട്ട് വെക്കാതെ എന്തല്ലേ. കുറച്ച് ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. മുടി ഒന്ന് സെറ്റാക്കണം. മുടി ഒന്ന് ചീവണം കേട്ടോ. എന്തായാലും ചീവി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്രീൻ ജിമിക്കാണ് ഇന്ന് ഇട്ട് കൊടുക്കുന്നത്. ഫേസിലെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കൂടുതൽ ഞാൻ ഫേസിലൊന്നും ചെയ്യാറില്ല. ഞാൻ ഡെയിലി എപ്പോഴും പിന്നെ ഇതുപോലെ ഒരു ബണ്ണ് കരുതി വെക്കോട്ടോ. ഇതുപോലെ വിരിച്ചിട്ടിട്ടൊന്നായിരിക്കില്ല പോകാൻ. ഞാൻ പകുതി നടക്കുമ്പോഴേക്കും ഞാൻ മുടിയൊക്കെ കെട്ടി വെക്കും. എന്നാലും ഇതുപോലെ ആയിരിക്കും ഞാൻ മിക്കപ്പോഴും ഒരുങ്ങി പോകുന്നത്.
കുർത്തി ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങളൊന്ന് നോക്കണേ. സിമ്പിളാണ്, അധികം പ്രൊഡക്ട്സ് ഒന്നും വേണ്ട. കോളേജിൽ പോകുന്നവർക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓവർ പ്രൊഡക്ട്സ് വേണ്ട, എപ്പോഴും ഫൗണ്ടേഷൻ ഇടണ്ട. എപ്പോഴും ഫൗണ്ടേഷൻ ഇടാൻ ഇഷ്ടപ്പെടാത്തവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറ ഉണ്ടല്ലോ ചെരിഞ്ഞായിരിക്കുന്നത്, അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങിപ്പോകാൻ ഭയങ്കര ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒലയുടെ ക്രീമൊക്കെ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഒരുങ്ങിപ്പോകാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് ഫുൾ ലുക്ക് കാണാം കേട്ടോ. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഞാനിതാ ഇങ്ങനെ ഒരു കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ ജിമിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുടി കുറച്ച് ഒതുങ്ങുന്നില്ല, പിന്നെ മുടി കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ ഈ വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എൻ്റെ ട്രൈപോഡ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുർത്ത ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടാട്ടോ. ഈ ചൂടത്ത് ഇടാൻ പറ്റിയ നല്ല നല്ല അടിപൊളി ഒരു എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കമൻറ്റൊക്കെ ഇട്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ലവ് യു, ബൈ.